നമസ്കാരം, ഞാൻ രേണുസുതിയാണ്. ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ എല്ലാവരും, സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ബിഗ് ബോസ് മലയാള സീസൺ 7 ആദ്യ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ എലിമിനേഷൻ റൗണ്ടും ഈ ഒരു സമയമാണ് നടക്കുന്നത്. ആദ്യത്തെ വീക്കിൽ തന്നെ എവിക്ഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് 8 പേരാണ്. രേണുസുതിയും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എവിക്ഷൻ ലിസ്റ്റ് വന്നതിന് പിന്നാലെ രേണുസുതിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫാൻ പേജായിട്ടുള്ള രേണുസുതി ആർമി ഒഫീഷ്യലിലുമൊക്കെ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. രേണുസുതി തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത്. ഒന്നാമത്തെ വീക്കിൽ തന്നെ എവിക്ഷൻ ലിസ്റ്റിൽ വന്നു എന്നും ബിഗ് ബോസ് ഹൗസിലേക്ക് തുടരാൻ എല്ലാവരും തനിക്ക് വോട്ട് ചെയ്ത് സഹായിക്കണമെന്നുമാണ് രേണു വീഡിയോയിൽ പറയുന്നത്. എന്നെ സ്നേഹിക്കുന്ന, സുധിചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ബിഗ് ബോസിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് രേണു പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് രേണുവിന് പിന്തുണ അറിയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ ചിലരൊക്കെ ഇതിലെ അപാകതകളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയാൽ മത്സരാർത്ഥികൾക്ക് മൊബൈലും മറ്റും ഉപയോഗിക്കാനോ അല്ലെങ്കിൽ പുറം ലോകവുമായിട്ട് ബന്ധപ്പെടാനോ സാധിക്കുകയില്ല. ഇത് ചൂണ്ടിക്കാട്ടിയാണ് പലരും രേണുവിന്റെ വീഡിയോ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ച് പോയതാണ് എന്നുള്ള കാര്യവും വ്യക്തമാണ്. എന്നാൽ എങ്ങനെയാണ് ആദ്യ വീക്കിൽ തന്നെ താൻ എവിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടാകുമെന്നത് രേണുവിനെ അറിയാൻ കഴിഞ്ഞതെന്നും ബിഗ് ബോസ് മലയാളം മുൻ മത്സരാർത്ഥിയായിരുന്ന റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഷോ സ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ള കാര്യം വ്യക്തമായി എന്നുമാണ് ചിലർ പറയുന്നത്. ഏഷ്യാനെറ്റ് സ്വന്തം കുഴി തോണ്ടി എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ എല്ലാ മത്സരാർത്ഥികളുടെയും പേജിൽ ഇതുണ്ടല്ലോ, രേണു ചെയ്യുമ്പോൾ മാത്രം എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നവരുമുണ്ട്. മറ്റു ചില കമന്റുകളും ഇങ്ങനെയാണ്: ഇത് എങ്ങനെ ഷൂട്ട് ചെയ്ത് ഒന്നാമത് പ്രാവശ്യം തന്നെ എലിമിനേഷൻ വരുമെന്ന് എങ്ങനെ കൃത്യമായിട്ട് അറിഞ്ഞു? ഇതൊക്കെ പ്ലാൻ ആണോ? ഫസ്റ്റ് റൗണ്ടിൽ എലിമിനേഷൻ റൗണ്ടിൽ ഇടാം, അപ്പോൾ ഇതുപോലെ ഒരു വീഡിയോ സെറ്റ് ചെയ്ത് വെച്ചോ എന്നൊക്കെ ആ പ്ലാനിലുണ്ടല്ലേ. റോബിൻ പറഞ്ഞത് കറക്റ്റ് ആണല്ലേ, ഇത് സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം തന്നെയാണ്. ഇങ്ങനെയൊക്കെ മുൻകൂട്ടി സ്വന്തമായിട്ട് വോട്ട് ചോദിക്കുന്ന വീഡിയോ എടുത്ത് വെക്കുന്നതും ശരിയാണോ? ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ അല്ലെങ്കിൽ ഓഡിയൻസ് ആണ് ഫുൾ ആക്കുന്നത്? ഇത് ബിഗ് ബോസ് റൂൾസിനെതിരല്ലേ? ബാക്കി മത്സരാർത്ഥികൾ എന്തോ കിളയ്ക്കാൻ പോയതാണോ എന്നിങ്ങനെ തുടങ്ങി ഏഷ്യാനെറ്റിനെ ടാഗ് ചെയ്തുകൊണ്ടാണ് ചിലർ കമന്റ് ചെയ്തിരിക്കുന്നത്.